ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് RDS എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, RDS പ്രൊജക്ട് ലിമിറ്റഡ്. സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പലപ്പോഴും എൻ്റെ MD ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ RDSൻ്റെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാത്തത്, അവിടെ എന്താ താമസിക്കാത്തത്? അപ്പം ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് കൂടുതൽ താല്പര്യം തൃപ്പൂണിത്തുറയോടെയാണ്, എനിക്ക് അവിടെ നിങ്ങൾ ഫ്ലാറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ധി ഹോംസിൻ്റെ പുതിയൊരു ഫ്ലാറ്റ് ഇവിടെ വരുന്നത്, പ്രത്യേകിച്ചും വടക്കേക്കോട്ട, സെൻറ്റർ ഓഫ് തൃപ്പൂണിത്തുറ എന്ന് പറയാം. എനിക്ക് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, ബുക്ക് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യാനെല്ലാം വന്നിട്ട് ഞങ്ങൾ പലപ്പോഴായിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. കാര്യം നമുക്കിതിനെ ഈ കമ്പനിയെ പറ്റി അത്രയ്ക്ക് അറിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് വളരെ വളരെ എന്താ പറയുക, നമുക്കതിന് പ്രത്യേകിച്ച് അതിന് പറയേണ്ട അങ്ങനൊരു നമുക്കൊരു ഡിസ്പ്യൂട്ട് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ പോലെ ഇതൊരു വന്നിട്ടുണ്ട്. തികഞ്ഞ കൃഷ്ണഭക്തിയായ എനിക്ക് ഈ വീട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും ആകർഷിച്ചതും ശ്രീ പൂർണ്ണത്രയീശ ഭഗവാന്റെ സാമീപ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ ആംബിയൻസ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ കവിതകൾ എഴുതാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ വലിയൊരു അനുഗ്രഹമായി ഞാനത് കാണുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ എങ്ങനെ വേണം, മനസ്സിലിങ്ങനെ പല പല പറയാമല്ലോ, നമുക്കിപ്പോൾ അതിൻ്റെ സിറ്റ് ഔട്ട് എങ്ങനെ വേണം, ബാൽക്കണി എങ്ങനെ വേണം, ഇതിനൊരു ടെറസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ വേണം, ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഇഷ്ടം പോലെ ഇങ്ങനെ ഉറങ്ങിക്കിടുന്ന പല ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ ആദ്യം പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്, ഇത് എന്താണ് സാറിന് വേണ്ടത്, അതെല്ലാം ഇവിടെ ഞങ്ങൾ ചെയ്തു തരും. അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഈസ് എക്സലൻറ്റ്. സ്റ്റെയർ കേസൊക്കെ തടി കൊണ്ടുള്ള സ്റ്റെപ്സ് എല്ലാം വുഡൻ സ്റ്റെപ്സാണ്. അത് ആ വീടിൻ്റെ ആംബിയൻസിനോട് പറ്റിയ കളർ കോമ്പിനേഷനാണ്. ഈ മുറി വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ ചോദിക്കുന്ന അതാണ്, ആ കിളിവാതിലാണ് ഈ റൂമിൻ്റെ ഭംഗി. വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞത് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പക്ഷെ അത് പ്രാവർത്തികമാക്കി തന്ന അവരാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ഗ്ലാസ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടും. പുള്ളിക്കാർ ഇഷ്ടംപോലെ കവിത എഴുതും, ഏത് കവിതയായാലും അതിനകത്ത് കൃഷ്ണൻ ഒരു പ്രധാന കഥാപാത്രമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് എൻ്റെ വൈഫ് ഇത്രയും കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ലക്ഷ ടൈമെല്ലാം ഞങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊരു റൂമായിരുന്നു, പക്ഷേ പിള്ളേരുടെ ഇഷ്ടപ്രകാരം ഇത് ഒരു ഓപ്പൺ തിയേറ്റർ പോലെ ആക്കി തന്നു. ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെടുത്തിരിക്കുകയാണ് ഈ വാസ്തു. അങ്ങനെ അത് എത്ര പേർക്ക് അതിനകത്ത് ബിലീഫ് ഉണ്ടെന്ന് അറിയില്ല. സ്റ്റിൽ ഞാൻ പറയുന്ന വാസ്തുവും കമ്പാറ്റബിളാണ്. പേപ്പറിലൊക്കെ നമ്മൾ പല ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ട്, പലയിടത്തും പല ബിൽഡറും കൊളാപ്സായി പോയിട്ടുണ്ടാവും, പല പല പ്രശ്നങ്ങൾ. ഇവരങ്ങനെയല്ല, ഓരോ പ്രോജക്റ്റിലും അവരുടെ സ്പെഷ്യൽ കോൺസെൻട്രേഷൻ അത് എടുത്തു പറയേണ്ട സംഭവമാണ്. അതിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഷൈലിനാണെങ്കിലും അല്ലെങ്കിൽ ഗീത മാഡത്തിനും ജ്യോതി മാഡത്തിനും ഇവരൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. കാര്യം ഇവർ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട്. ഇവർ നമ്മളെ ഒരിക്കലും ലെറ്റ് ഡൗൺ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എൻ്റെ 2-3 വർഷത്തെ എക്സ്പീരിയൻസ്. ഇത് നമുക്ക് ധൈര്യമായിട്ട് വേറെ ഒന്നും ആലോചിക്കാനല്ല, ധൈര്യമായിട്ട് നമുക്കത് ബുക്ക് ചെയ്യാം. ഇവരുടെ കൂടെ പോവാം. ഔട്ട് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു തൃപ്പൂണിത്തുറ നല്ലൊരു വ്യൂ കാണാം. പിന്നെ ഇവിടെ പ്രാവിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇവർ സിദ്ധിക്കാർ തന്നെ പല ഐഡിയ പറഞ്ഞ് അതൊക്കെ അവർ കവർ ചെയ്ത് നെറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നത്. ഇവിടെ ഇന്ന് നമുക്ക് ഈവനിങ് ചായ കുടിക്കാൻ വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ്. മുകളിൽ ഓപ്പണാണ്, അതുപോലെ തന്നെ മഴ പെയ്താൽ ശരിക്കുള്ള മഴ അവിടെ നമുക്ക് നനയാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ ബാൽക്കണി ആണെങ്കിലും ഞങ്ങളുടെ ഓപ്പൺ ടെറസ് ആണെങ്കിലും ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നിയിരുന്നത് അതുപോലെ തന്നെ അവർ ചെയ്തു തരികയും നിങ്ങൾക്ക് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയാം. നമുക്ക് ഇവിടെ സിദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് അവർ ചെയ്തു.